ഹായ്, ഗുഡ് ഈവനിങ്. ചായ കുടിയൊക്കെ കഴിഞ്ഞോ? നാട്ടിൽ ചായയും പഴംപൊരിയൊക്കെ ആയിരിക്കും അല്ലേ? പാവം, ഞങ്ങളൊക്കെ എന്നാ പറയുക, ഇങ്ങനെ ഓർത്തോണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വേറെ സൂത്രം കാണിക്കാം ആണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ ഓൺലൈനിൽ ഓഫർ കണ്ടിട്ട് സാധനം മേടിക്കുന്ന ചില ആളുകളെ കുറിച്ച്. അതിലൊരാളെ കേട്ടോ എൻ്റെ കെട്ടിയൻ്റെ പരിപാടികളാണ്. അപ്പം ഈ സാധനം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടോ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പച്ചക്കറിയൊക്കെ നമുക്ക് പച്ചക്കറികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പ്ലക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ നഖം ഉപയോഗിച്ചിട്ടില്ല, ഇങ്ങനെ പ്ലക്ക് ചെയ്യുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പം അത് നഖം ഉപയോഗിക്കാതെ നമുക്ക് സേഫായിട്ട് നമ്മുടെ കൈ സേഫായിട്ട് പ്ലഗ് ചെയ്യാനുള്ള ഒരു സൂത്രമാല കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെ കയ്യിൽ നമുക്ക് തലവിരൽ ഇതിട്ട് കൊടുക്കാം. അതിൻ്റെ ഇപ്പുറത്തെ ഫിംഗറിൽ നമ്മൾ സാധാരണ ഫിംഗർ ക്യാപ്പ് പോലത്തെ വേറൊരു സാധനം ഉണ്ട് കേട്ടോ. അതിങ്ങനെ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിങ്ങനെ പ്ലഗ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ട് നമ്മുടെ കൈയൊന്നും മുറിയാതെ എന്താ പറയുക, നഖമൊന്നും കേടാകാതെ നമുക്ക് പച്ചക്കറിയൊക്കെ മുറിച്ചെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആണോ, ഞാൻ ഓൺലൈനിൽ കാണുന്നതൊക്കെ എൻ്റെ കിട്ടിയും മേടിച്ചിട്ട് വരും, ഞാനിതൊക്കെ പരീക്ഷിച്ച് നോക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒന്നുമല്ല, അബുദാബിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് വേറൊരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ കുറച്ച് നാളായിട്ട് നമ്മുടെ ചീനിക്കിഴങ്ങിന് പിടിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് നോക്കിയതാണ്. കുറേ നാളായപ്പം കുറേ വേരൊക്കെ വന്നു. അപ്പോൾ ഞാനത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് കുറച്ച് നാൾ ജനലിൻ്റെ സൈഡിൽ വെച്ചപ്പോൾ നല്ലതായിട്ട് വളർന്നു വന്നപ്പോൾ നല്ല നീട്ടുള്ള ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ കുഴിച്ച് വെച്ച് ഞാൻ കാണിച്ചു തരാവേ. അപ്പം ഇനിയിപ്പം ഞാനിട്ട് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ അലമാരിയുടെ മേലെ വെച്ചേക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ സൂര്യപ്രകാശം വെക്കാത്തതുകൊണ്ടാണ് തോന്നുന്നത് അതിന് പയ്യനെ ചെറിയ ചെറിയ മഞ്ഞപ്പൊക്കെ വരാൻ വേണ്ടി തുടങ്ങി. എന്നാൽ പിന്നെ ഇത് കുഴിച്ച് നോക്കിയാൽ കിഴങ്ങ് വരുമെന്നും കൂടെ നോക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആദ്യം പരീക്ഷിച്ച് നോക്കാവേ. നമ്മുടെ തക്കാളി ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട്, നോക്കട്ടെ. ഇനി തക്കാളി മുറിക്കുമ്പോൾ എൻ്റെ കൈ മുറി പോയി. ഇതും കൊണ്ട് ഇതെന്തിൻ്റെ ഉപയോഗം ഇങ്ങനെ തന്നെയാണോ നാക്കറിയാം. ഇതിലും പേര് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ മുറിക്കുന്നതായിരുന്നു. കണ്ട് എനിക്കൊന്നും പറ്റുന്നില്ലേ. ഇനിയിപ്പോൾ കിട്ടിയവനെ കൊണ്ട് തന്നെ വന്നിട്ട് മുറിപ്പിക്കണമെന്ന് അറിയത്തില്ല. അത്ര സേഫ് ഒന്നുമല്ല കേട്ടോ, അത്ര ഈസി ആയിട്ടുള്ളൊരു ഉപയോഗമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മുറിഞ്ഞൊക്കെ വന്നു, പക്ഷേ എന്നാലും തക്കാളി എൻ്റെ പ്ലക്കോന്നായിപ്പോയി. ഇതിലും നല്ല നമുക്ക് തക്കാളി ഞാൻ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒടിച്ചെടുക്കുന്നതായിരിക്കും. എനിക്ക് വലിയ ഉപകാരമായിട്ട് തോന്നിയില്ല കേട്ടോ. ഇനിയിപ്പോൾ മറ്റേ ചീര വെള്ളം എനിക്ക് ഇല വെള്ളം പ്ലഗ് ചെയ്യാനാണെങ്കിൽ പറ്റുമായിരിക്കും. നല്ല ഈസി ആയിട്ട് നമുക്കിങ്ങനെ വൃത്തിയാക്കാനൊക്കെ ആണെങ്കിൽ പറ്റുമായിരിക്കുമേ. എന്നാലും അത്ര ഈസി ആയിട്ട് തോന്നില്ല, അങ്ങനെ ഈസി ആയിട്ട് മുറിയുന്നൊന്നുമില്ല. വലിയ ഉപയോഗമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിച്ച് നിങ്ങൾ സമയം കളയണ്ട. എൻ്റെ കണ്ടോ, ഈ തക്കാളി നല്ല ഓറഞ്ച് കളറാണേ. പക്ഷേ അതിൻ്റെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ എനിക്ക് വളർന്നു വന്നിരിക്കുന്നത് ഇങ്ങനെ കണ്ടോ, ബ്രൗൺ കളർ. ഈ തക്കാളിക്ക് വല്ല പ്രശ്നം ഉണ്ടായിട്ടാണ് അത് സാധാരണ തക്കാളി ഇങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് കണ്ടോ, ഈ തക്കാളി ഒരു ബ്രൗൺ കളറാണ്. ഇതൊന്ന് മുറിച്ച് നോക്കാമല്ലോ. ഇങ്ങനെ മുറിക്കാനുള്ളൂ, പക്ഷെ എന്നാലത് വലിയ എന്നാ പറയുക, എഫക്റ്റീവ് മെത്തേഡായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഈ സാധനം ഇട്ടിട്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ചീനിക്കിഴങ്ങിനെ ഇവിടെ നട്ടു വെച്ചിട്ട് വരാം. പണ്ട് ഈ പച്ചത്തക്കാളി തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നോക്കട്ടെ, നല്ലതാണെന്ന് കഴുകണമായിരിക്കും അല്ലേ. നല്ല ടേസ്റ്റാണ്. കഴി കിട്ടോ? കഴിയൊന്നുമില്ല, കഴുകാണ്ടും കഴിച്ചു. ടേസ്റ്റുണ്ട്. ചീനിക്കിഴങ്ങ് ഇങ്ങനെയാണ് നടന്നതെന്ന് വെച്ചോന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ നട്ട് നോക്കുവാണ്. എന്തായാലും ഞാൻ വെള്ളത്തിലിട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്ര നന്നായിട്ട് വേര് വന്നു. അപ്പോൾ ചിലപ്പം കണ്ടോ, ഇത്ര നന്നായിട്ട് വേര് വന്നു നോക്കി കണ്ടോ. ഓറഞ്ച് ചീനിക്കിഴങ്ങാണേ. അപ്പോൾ നമുക്ക് നട്ട് നോക്കാം, ചിലപ്പം മുളച്ച് വരുമായിരിക്കും. നോക്കാമല്ലോ. അപ്പോൾ നട്ട് വെച്ചേക്കാം. ഇതിൽ നിൽക്കുന്നതാണ് ഞങ്ങൾ വന്ന സമയത്ത് നട്ടുവെച്ചൊരു എന്താ പറയുക, ചീനിക്കിഴങ്ങല്ല, നമ്മുടെ പൈനാപ്പിളിൻ്റെ സാധനം കേട്ടോ. പക്ഷെ അത് പോയൊന്നുമില്ലെങ്കിലും ശരിയായില്ല, അത് മുഴുവൻ പ്രാണി കയറിയിട്ട് പോയി. ഇനി അതൊന്നും ശരിയാവും തോന്നുന്നില്ല. നമുക്കിത് നോക്കാമല്ലോ. കുറച്ച് വെള്ളം ഇവിടുത്തെ മണ്ണിൽ വെള്ളം കുടിക്കത്തില്ല. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്ന് നോക്കാം. ഇനി നമുക്ക് ചീനിക്കിഴങ്ങ് ആയാൽ അപ്പം കാണിച്ചു തരാം കേട്ടോ. അപ്പം പച്ചക്കറി പറിക്കാൻ എൻ്റെ റെക്കമെൻഡേഷൻ സിസേഴ്സാണ്. ഈ കുന്തമൊന്നും പച്ചക്കറി പറിക്കാൻ നടക്കൂല. അപ്പോൾ ശരി, മറ്റൊരു വിശേഷങ്ങളായിട്ട് വരാം. ബൈ ബൈ.